അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ കോൺക്രീറ്റ് പണി തറ അടിസ്ഥാനം കംപ്ലീറ്റ് ആയി. ഇനി മണ്ണും കൂടെ ഇട്ടാൽ മതി. തട്ടിളക്കി ഞാൻ ഇന്ന് വീഡിയോ ഇടും. നിങ്ങളെനിക്ക് ഹെൽപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ വീട് റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മക്കളെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. 3 മക്കളാണ്. രണ്ടാമത്തെ മോന് ചെറിയ രീതിയിലൊരു പ്രശ്നമുണ്ട്. അൽഹംദുലില്ലാ വലിയ കുഴപ്പമല്ല. അപ്പോൾ അവനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയി. പക്ഷെ നിങ്ങളാൽ കഴിയുന്ന എനിക്ക് വീടിന് വേണ്ടി, വേറെ ഒന്നിനുമല്ല, ഈ വീട് എനിക്ക് റെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത, അള്ളാഹു സത്യം, പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങളെ പെങ്ങളെ പോലെ കണ്ടിട്ട് എനിക്ക് വീട് ഇപ്പം ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല. ജീവിതം പരാജയമായിപ്പോയി. എന്ന് വെച്ചാൽ ബന്ധം തീർന്നിട്ട് 2.5 വർഷമായി. ഇവിടം വരെയൊക്കെ തുഴഞ്ഞെത്തി. പക്ഷേ ഇനി വാടക കൊടുക്കാൻ പറ്റുന്നില്ല. മക്കൾ തലയെടുത്ത് വരുമ്പം അവരുടെ ഭക്ഷണം, വിദ്യാഭ്യാസം എല്ലാം കൂടെ എന്നെക്കൊണ്ട് താങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് കറണ്ട് ബില്ല് എല്ലാം കൂടെ പറ്റുന്നില്ല. ഒറ്റയ്ക്കുള്ള അതാകുമ്പോൾ ഉമ്മാരെ വാപ്പാരെ ഒരു ഹെൽപ്പ് അടുത്തുണ്ടെങ്കിൽ കാണും. ഉപ്പാക്ക് ഇങ്ങനെ വയ്യാണ്ടൊരവസ്ഥ ആയതാണ് മെയിനായിട്ടും പ്രശ്നം. കാരണം വെച്ചാൽ എനിക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. 3500 എന്നെക്കൊണ്ട് പറ്റണില്ല. മക്കൾക്ക് ഇനിയിപ്പോൾ സ്കൂൾ ഉറപ്പ് ചിലവായി. വീടിന് അറിയാമല്ലോ, അകമെങ്കിലും പൂശി, മോൾക്ക് അലർജി ഉള്ളതാണ്, പൊടി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അകമെങ്കിലും വൃത്തിയാക്കി, ബാത്റൂമും ഒരു അടുക്കള ഹാളെങ്കിലും വൃത്തിയാക്കിക്കൊണ്ട്, സിറ്റ് ഔട്ട് അങ്ങോട്ട് പൂശിക്കൊണ്ട് അങ്ങ് കയറണം എന്ന് ഒരു നിയത്തുണ്ട്. പിന്നെ സഹായിക്കാൻ ഞാൻ പല പോസ്റ്റും ഇട്ടിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞതല്ലാതെ സഹായിച്ചിട്ടില്ല. അപ്പം നിങ്ങളെ സഹായം വേണം. കാരണം വെച്ചാൽ പറയാൻ വേറെ ആരുമില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഈ 3 മക്കളെ നോക്കാൻ, പൊടി മക്കളല്ലേ, ആരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും? കടയിലൊക്കെ ഒരുപാട് തിരക്കിയപ്പോഴും വൈകുന്നേരം വരെ നിൽക്കണം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. മക്കൾക്ക് ബാക്കി കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാറായിട്ടില്ല. പൊടി മക്കളാണ്. എനിക്കിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 രൂപയെ, ഒരു 10 രൂപയാവട്ടെ, പല തുള്ളിയാകുമ്പോൾ പെരുവെള്ളം. നിങ്ങളെ സഹായം വേണം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാം, എൻ്റെ നാട്ടിൽ വന്ന് തിരക്കാം, ജമാഅത്തുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ വീട് ജമാഅത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പം നിങ്ങളെ സഹായം എനിക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണിങ്ങനെ വന്നിട്ട് പറയണമെങ്കിൽ അത്രയും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എനിക്കൊരു ജോലിക്ക് പോയി എൻ്റെ മക്കളെ പോറ്റാനാണ്. ഇനിയിപ്പോൾ ഇതാര് കണ്ടിട്ട് എന്നെ പരിഹസിച്ചാലും പ്രശ്നമില്ല. കാരണം എൻ്റെ മക്കൾക്ക് കിടക്കാൻ വേണ്ടിയാണ്. ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് റബ്ബിന് മാത്രം അറിയാം. അപ്പോൾ നിങ്ങളെ സഹായം എനിക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ, എനിക്ക് പല തുള്ളി പെരുവെള്ളം, എൻ്റെ വീട് വാർപ്പ് കെട്ടുമെങ്കിലും ആയെങ്കിൽ എന്നൊരു ഇതിലിരിക്കുകയാണ്. കാരണം റെൻറ്റ് നിർബന്ധമാണ്. എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. റബ്ബർ പാലെടുപ്പ് ഉള്ളപ്പോഴത്തേക്ക് ഓക്കെ, അരിയെല്ലാം ഉണ്ട്. പക്ഷേ ബാക്കി സക്കാത്ത് കിട്ടിയല്ലേ, ബാക്കി എല്ലാം വേണ്ടേ? മക്കളെ ഹോസ്പിറ്റൽ ചിലവ്, ബാക്കി കാര്യങ്ങൾ എല്ലാം വരുമ്പോഴത്തേക്ക് എനിക്ക് താങ്ങുന്നില്ല. ജോലിക്ക് പോകാൻ മെയിനായിട്ട് ഇവരെ നോക്കാൻ ആരുമില്ല. നമുക്ക് കടയിലൊന്നും കൊച്ചു മക്കളെയും കൊണ്ട് നിൽക്കാൻ പറ്റൂല. അവരെ ശ്രദ്ധിക്കാനും പറ്റൂല. പിന്നെ അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. കൂടുതലും നമുക്ക് ബേക്കറി അങ്ങനെയുള്ള കടകളിലേ കയറാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെനിക്ക് വീട് വയ്ക്കാനായിട്ട് ഞാൻ സഹോദരങ്ങളുടെ അടുത്ത് പറയണം, കാല് പിടിച്ചിട്ട് പറയുന്നു, എന്നെ സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ കയറി കിടക്കാൻ എനിക്കൊരു വീട് വേണം. ഈ കളഞ്ഞിട്ട് പോയവരും എല്ലാവരും ഓർത്തോണ്ടവരും ഈ മക്കളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ച്. എൻ്റെ ഇനിയൊരു വിവാഹവും കഴിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളെ ഒരു പെങ്ങളെ സ്ഥാനത്തോ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പോ എന്തായിട്ടെങ്കിലും കരുതിയിട്ട് എന്നെ സഹായിക്കണം. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിക്കാം. വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് തിരക്കിയിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനലാണ് മസ്റൂറ ഫാത്തിമ. നിങ്ങളെ ഹെൽപ്പ് എനിക്ക് വേണം, ഉറപ്പായും വേണം സഹോദരങ്ങളെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മഴയ്ക്ക് മുമ്പെങ്കിലും ഒന്ന് വാർത്തിടുന്ന കണ്ടീഷൻ വരെ എത്തിയാൽ മതിയായിരുന്നു. അപ്പം നിങ്ങളെന്നെ സഹായിക്കുമോ? മൂത്തത് മോളാണ്, 2 ആൺകുഞ്ഞുങ്ങളാണ്. എനിക്ക് സഹായം വേണം. കാരണം റെൻറ്റ് കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പോഴേ അസ്സലാമു അലൈക്കും.